സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കായി മരിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചു. എനിക്കായി മരിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ എന്റെ കർമ്മവും പ്രവൃത്തിയുമല്ല, എൻ കർമ്മവും പ്രവൃത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല, എൻ കർമ്മവും പ്രവൃത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല, കൃപയാൽ രക്ഷിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. കൃപയാൽ രക്ഷിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ,
ആരാധ്യനേ യേശുവേ യേശുവേ ആരാധ്യനേ യേശുവേ ആരാധ്യനേ യേശുവേ യേശുവേ യേശുവിൻ നാമത്തെ യേശുവേ ആരാധ്യനേ യേശുവേ എല്ലാ ആരാധനയും യേശുവിന് യേശുവേ ആരാധ്യനേ യേശുവേ ആരാധ്യനേ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു കർത്താവേ. എല്ലാ ആരാധനയും എല്ലാ സ്തുതികളും എല്ലാ സ്തോത്രങ്ങളും എൻ്റെ യേശുവിനെ യേശുവേ പരിശുദ്ധരേ ആരാധന യേശുവേ ആരാധ്യനേ യേശുവേ ആരാധ്യനേ യേശുവേ ആരാധ്യനേ യേശുവേ ആരാധ്യനേ. അതരങ്ങൾ തുറന്ന് സ്തുതിച്ചാട്ടെ. നമ്മൾ ഇന്നിവിടെ കടന്നു വന്നത് കർത്താവിനെ ആരാധിക്കുവാനാണ്. നമ്മൾ പാടിയതുപോലെ യേശുവേ അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. ഞങ്ങളുടെ മേൽ പകർന്ന അവിടുത്തെ മഹാകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് കടന്നു വന്ന് അങ്ങേ സ്തുതിക്കുവാൻ പാടുവാൻ ആരോഗ്യവും ബലവും നൽകിയല്ലോ കർത്താവേ. നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, അങ്ങ് മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. അപ്പോസ്തല പ്രവൃത്തി 27-28 വായിക്കുമ്പോൾ തടവുകാരോട് കൂടെ യാത്ര ചെയ്ത പൗലോസിനെ നമുക്ക് കാണാം. ഒരുപാട് പ്രശ്നങ്ങൾക്ക് സംഭവിച്ച് അവർ ഒടുവിൽ മെലീത്ത ദ്വീപിലെത്തി. അവിടെ ഉണ്ടായിരുന്നിട്ടും അവന് സംഭവിച്ചത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്നവർ പറയുകയാണ്, നീതിദേവി അവനെ വെറുതെ വിടുന്നില്ല. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നീതിദേവി അവനെ വെറുതെ വിടുന്നില്ല. അവനൊരു കൊലപാതകനാണ്. എന്നാൽ അവരെല്ലാം അങ്ങനെ വിധിയെഴുത്തുകൾ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നടന്ന ദൈവപ്രവൃത്തി കണ്ടിട്ട് പറയുക, ഇവൻ ദേവനാകുന്നു, ഇവൻ ദേവനാകുന്നു. പലരും കുറ്റം പറഞ്ഞ് സംഭവിക്കുന്നത് കണ്ടിട്ട്, ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ കണ്ടിട്ട് നീ പാപിയാണെന്നും പല വിധിയെഴുത്തുകൾ പലരും പുറപ്പെടുവിച്ചു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചില ദൈവപ്രവൃത്തികളെ
കാണുമ്പോൾ നമ്മളെ കണ്ടു നിൽക്കുന്നവർ പറയട്ടെ, ഇവർ ദൈവ പൈതലാണ്, ഇവനോട് കൂടെ ദൈവമുണ്ട്. ചില വിധിയെഴുത്തുകളെ മാറ്റി പൗലോസിനെ അവിടുത്തെ ദേശത്തിലെ പ്രമാണി സൽക്കരിച്ചതുപോലെ ചില സൽക്കാരങ്ങൾ, ദൈവത്താൽ ചില വിരുന്നുകൾ, ദൈവത്താൽ ചില മാന്യതകൾ വെളിപ്പെട്ടതുപോലെ, ദൈവത്താൽ ചില കരുതലുകൾ വെളിപ്പെട്ടതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി മാറി വരുന്ന പ്രതിസന്ധികളെ കണ്ട് പലരും പല വിധിയെഴുത്തുകൾ എഴുതി, പലരും ഞങ്ങളെ നോക്കി പലതും പറഞ്ഞു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കണമേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാ. ഇന്നലകൾ ഞങ്ങളുടെ മേൽ പകർന്ന കൃപയ്ക്ക് നന്ദി കർത്താവേ. ഇന്നലകൾ ഞങ്ങളുടെ മേൽ പകർന്ന ബലത്തിന് നന്ദി കർത്താവേ. ഇന്നലകൾ ഞങ്ങളുടെ മേൽ പകർന്ന ശക്തിക്ക് നന്ദി കർത്താവേ. അതുകൊണ്ട് ഇന്ന് പകലും ഞങ്ങൾ പറയും, അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, അങ്ങ് മാത്രം സ്തുതികൾക്ക് യോഗ്യൻ, അങ്ങ് മാത്രം ദൈവം, അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല. ആശ്രയിക്കുന്നെങ്കിൽ, ശരണം പ്രാപിക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തിൽ മാത്രം ശരണം പ്രാപിക്കും, ഞാൻ എൻ്റെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കും. ആ ഉറപ്പും ധൈര്യവും ഉള്ളവർ ആ കരങ്ങളേക്ക് ഒന്ന് ചേർത്ത് തട്ടി കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ട് കരങ്ങളേക്ക് ഒന്ന് ചേർത്തടിച്ച് വിശ്വാസത്താൽ പറഞ്ഞിട്ട്, ദൈവത്താൽ ചില സൽക്കാരങ്ങൾ, ദൈവത്താൽ ചില മാന്യതകൾ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ തലമുറകളുടെ മേൽ, ഞങ്ങളുടെ സഭയായ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളുടെ മേൽ അത് വെളിപ്പെടുന്ന നിമിഷങ്ങളായിരിക്കട്ടെ. ആരാധ്യരേ, അങ്ങേക്ക് ആരാധന. സ്തുതികളിന്മേൽ വസിക്കുന്നവരെ അങ്ങേക്ക് ആരാധന. ജീവനുള്ളവനെ അങ്ങേക്ക് ആരാധന. കാണുന്നവനെ അങ്ങേക്ക് ആരാധന. എപ്പോഴും കൂടെയുള്ളവനെ അങ്ങേക്ക് ആരാധന. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നവനെ അങ്ങേക്ക് ആരാധന. ഞങ്ങളുടെ കരം പിടിച്ച് നടത്തുന്നവനെ അങ്ങേക്ക് ആരാധന. എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നവനെ അങ്ങേക്ക് ആരാധന. വഴി ഇതാണെന്ന് പറഞ്ഞു വഴി നടത്തുന്നവനെ അങ്ങേക്ക് ആരാധന. ആരോഗ്യം നൽകുന്നവനെ അങ്ങേക്ക് ആരാധന. മറ്റെല്ലാ ദേവന്മാരിനേക്കാളും മേലായ നാമമുള്ളവനെ, സകല നാമത്തിന് മേലായ നാമമുള്ളവനെ അങ്ങേക്ക് ആരാധന. മരണത്തെ ജയിച്ചവനെ അങ്ങേക്ക് ആരാധന. മരണമേ നിന്റെ ജയമേടുവേ, മരണമേ നിന്റെ വിഷമുള്ളവരുടെ പാതാളത്തെയും മരണത്തെയും തോൽപ്പിച്ച് സകലത്തിന്മേലും ജയം കൊണ്ടാടിയവനെ അങ്ങേക്ക് ആരാധന. ഞങ്ങൾക്കെതിരായ സകല കയ്യെഴുത്തുകളെ മായിച്ച് അതിനെ ക്രൂശിൽ തറച്ച് അതിനുമേൽ ജയഘോഷം കൊണ്ടാടിയവനെ അങ്ങേക്ക് ആരാധന. ഞങ്ങളുടെ മേൽ അളവില്ലാത്ത കൃപകളെ പകർന്നവനെ അങ്ങേക്ക് ആരാധന. ആ കൃപ ലഭിച്ചവരെല്ലാം സ്തുതിക്കട്ടെ, ദയ ലഭിച്ചവർ സ്തുതിക്കട്ടെ, ക്ഷമ ലഭിച്ചവർ സ്തുതിക്കട്ടെ, നന്മ ലഭിച്ചവർ സ്തുതിക്കട്ടെ. യേശുവേ, അങ്ങേക്ക് ആരാധന. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന, ആരാധന, യാഗെന്ന ദൈവത്തിന് ആരാധന. ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന, ആരാധന, യാഗെന്ന ദൈവത്തിന് ആരാധന. ആരാധന, ആരാധന, ആത്മാവിലും സത്യ
കാരാഗ്രഹത്തിൽ വീരപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന. യാബോക്ക് എന്ന കാടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന. കാരാഗ്രഹത്തിൽ വീരപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന യാരെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ഓ ആരാധന ആരാധന യാരെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലും ദൈവത്തിന് ആരാധന. കർമ്മേലെന്ന മാലയിൽ അഗ്നിയായ ഓ ഏലിയാവിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലും ദൈവത്തിന് ആരാധന. കർമ്മേലെന്ന മാലയിൽ അഗ്നിയായ ഏലിയാവിൻ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന യാതെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ഓ ആരാധന ആരാധന യാതെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മിസ്രയീം എന്ന ദേശത്തിൽ മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിന് ആരാധന. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിന് ആരാധന. മിസ്രയീം എന്ന ദേശത്തിൽ മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിന് ആരാധന. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ഓ യാരെന്ന ദൈവത്തിന് ആരാധന. ഓ ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാരെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. നന്മ ലഭിച്ചോരെല്ലാം കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. നന്മ ലഭിച്ചോരെല്ലാം കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. നന്മ ലഭിച്ചോരെല്ലാം ആരാധന. ആരാധന ആരാധന യാരെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാരെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും. യാബോക്ക് എന്ന കാടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന. കാരാഗ്രഹത്തിൽ വീരപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന. യാബോക്ക് എന്ന കാടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന. കാരാഗ്രഹത്തിൽ വീരപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിൽ. യാബോക്ക് എന്ന കാടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന. കാരാഗ്രഹ
സത്യത്തിലും ആരാധന, ഓ ആരാധന, ആരാധന, യാഗന്ന ദൈവത്തിന് ആരാധന, ഓ ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന, ഓ ആരാധന, ആരാധന, യാഗന്ന ദൈവത്തിന് ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന, ഓ ആരാധന, ആരാധന, യാഗന്ന ദൈവത്തിന് ആരാധന, ഓ ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാ, ഓ ജീവനവന്തരവേ ശബ്ദരവൗടേ ദീവാദാന വൈരാവാന ശബ്ദരവൗടേ ചൂടാവാനേ ശബ്ദരവൗടേ ദീവാന വൈരാവ ശബ്ദരവൗടേ ദീവാവാനേ ശബ്ദരവൗടേ ദീവാനേ ഹല്ലേലൂയ 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 ഓ ഹല്ലേലൂയ 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 ഓ ഹല്ലേലൂയ ഹല്ലേലൂയ hallelujah 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 oh hallelujah 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 oh hallelujah 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 oh hallelujah 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 oh hallelujah 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 oh hallelujah 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 oh hallelujah 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 oh hallelujah 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 oh shaidavara deriva shabdaravaude judavara shabdarave divadara juda baba shabdara thala thara thira bada judavara galaga galaga udavara uttara uttara vachaka nattara udavara samara galaga 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 ശക്തിയോട് അഭിഷേകത്തോട് അധികാരത്തോട് കരങ്ങൾ അടിച്ച അതരങ്ങൾ ചാലിപ്പിച്ച തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ ഹല്ലേലൂയ ശബ്ദങ്ങൾ ഉയരട്ടെ ശക്തിയോട് ശക്തിയോട് ശക്തിയോട്
Rakatane Mole Bala Baba Rakana Sekene Bele Sudakala Mareketa Rakata Mashakere Dibadala Udabala Turatala Waidabala Ribala Sudabala Waidabala Ibadabala Hamdarabala Dudamarika Shampalabadaba Udaba Dikatana Waidabala Diganagade അന്തരിക്ക ശമ്പവച്ചി ഭാരകെട്ടി വേദമേ അർത്ഥവച്ച വൈഡവാരി അമ്പവരവരികതകേ കുടിക രഗത 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 ചൂടാഭാര ഹത റീബ ചൂടാഭാല വൈഡാ വരവ ചൂടാഭാല സന്ദര വൗഡ് റീബല വരവര ഹംദര വൗഡ് Rakasaka tibala baba baba ibana gadare gadala handere udamana santare rakatana dalagade shabdana o സ്തോത്രത്തോടെ സ്തുതികളോടെ പുകഴ്ചകളോടെ ദൈവത്തിന് മഹത്വം കൊടുത്താണ്ട് ദൈവത്തിന് മഹത്വം 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 കരങ്ങൾക്ക് ബലം നൽകിയെങ്കിൽ കരങ്ങൾ അടിക്കുക അധരങ്ങൾക്ക് ബലം നൽകിയെങ്കിൽ അധരങ്ങൾ ചലിപ്പിക്കുക ദൈവത്തിന് മഹത്വം കൊടുക്കുക ഓ കരങ്ങൾ തട്ടി അധരങ്ങൾ ചലിപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ഹല്ലേലൂയ 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 Ribala dale gadaga shiatana Judabala dara dala shike Judamana sekene dele Ribana sekene rede kedi Dabana barakati adele Ribala dele Rabasheke Ribana badala tiyatana Oh hallelujah Hallelujah Oh Jesus Rakatia hallelujah Hallelujah Atmave സാന്നിധ്യത്തിനായി സ്തോത്രം ദൈവ സാന്നിധ്യത്തിനായി നന്ദി ദൈവ സാന്നിധ്യത്തിനായി നന്ദി ഓ ദൈവ സാന്നിധ്യത്തിനായി നന്ദി ഈ ആലയത്തിനകത്ത് ഓരോരുത്തരുടെ മേലും പകരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദി ദൈവ സാന്നിധ്യത്തിനായി നന്ദി ഓ Oh, Jesus. Holy Jesus. Hallelujah. Thank you, Jesus. Thank you, Jesus.
ആരാധന ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നല്ലോ. നാം ഇങ്ങനെ പാടിയല്ലോ, ഇസ്രായേലിന്റെ ദൈവത്തിന് ആരാധന, മരുഭൂമിയിൽ മന്നദാനം നൽകി ദൈവത്തിന് ആരാധന, ജനത്തെ നടത്തിയ മോശയുടെ ദൈവത്തിന് ആരാധന, പിതാക്കന്മാരെ പരിപാലിച്ച് അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ ദൈവത്തിന് മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന ദൈവത്തിന്, ഇസഹാക്കിന്റെ ദൈവത്തിനും അബ്രഹാമിന്റെ ദൈവത്തിന് യാക്കോബിന്റെ ദൈവത്തിന് കാരാഗൃഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത ദൈവത്തിന് ഇവിടെ ആരാധന അർപ്പിച്ചല്ലോ. അപ്പന്റെ പാദപീഠത്തിൽ മുട്ടുകുത്തുവാൻ കഴിയട്ടെ. ആ പാദം ചുംബിച്ചോട്ടെ കർത്താവേ, സന്നിധി ഞാൻ വസിച്ചോട്ടെ. ആ പാദങ്ങൾ ഒന്ന് ചുംബിച്ചോട്ടെ, ഒന്ന് ചുംബിച്ചോട്ടെ കർത്താവേ. ഓ, ആണിപ്പാടേറ്റ കാലുകൾ രണ്ടും ചേർത്ത് ക്രൂശിലേക്ക് കാരിരും വാണികൾ എടുത്ത് ആ പാദങ്ങളിൽ അടിച്ചിറക്കി. ആണിപ്പാടേറ്റ പാദം ഒന്ന് ചുംബിച്ചോട്ടെ, ആ സന്നിധിയിൽ ഒന്ന് വസിച്ചോട്ടെ. തികച്ചും ശാന്തമായി ദൈവമുഖത്തേക്കൊന്ന് നോക്കിക്കേ. ശാന്തമായി ദൈവമുഖത്തേക്ക് നോക്കി കർത്താവിനെ ഒന്ന് ധ്യാനിച്ച്. ഓ സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ പകരുന്നല്ലോ, ദൈവത്തിന്റെ കൃപ ഇവിടെ വെളിപ്പെടുന്നല്ലോ. അത്യുന്നതന്റെ ശക്തി ഈ പകലിൽ എത്ര പേര് അനുഭവിക്കുന്നുണ്ട്? ദൈവത്തിന്റെ സാന്നിധ്യം എത്ര ദൈവമക്കൾ അനുഭവിക്കുന്നുണ്ട്? കർത്താവിനെ നാം പാടി മഹത്വപ്പെടുത്തി സ്തുതിച്ചു.
ആ പാദത്തിൽ ചുംബിപ്പാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തി. ദൈവ സാന്നിധ്യം ഇന്ന് പകൽ എത്ര പേര് അനുഭവിക്കുന്നുണ്ട്? കർത്താവിൻ്റെ കൃപ എത്ര ദൈവമക്കൾ അനുഭവിക്കുന്നുണ്ട്? കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? സന്തോഷത്തോടെ ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ! നന്ദിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ! ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആരാധനയും പുകഴ്ചയും സ്തുതിയുമെല്ലാം കർത്താവിന്. അവിടുന്ന് മഹത്വത്തിന് യോഗ്യൻ, അവിടുന്ന് സ്തുതിക്ക് യോഗ്യൻ, അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യൻ, അവിടുന്ന് പുകഴ്ചയ്ക്ക് യോഗ്യൻ. അങ്ങയ്ക്ക് നന്ദി പറയുന്നു, അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ മഹത്വം കരയേറ്റുന്നു. ഹല്ലേലൂയ! യേശു കർത്താവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം, യേശു കർത്താവിൻ്റെ നാമത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കുകയും എന്ന പകൽ ആരാധനയിൽ വലിയ ദൈവപ്രവൃത്തിക്കായിട്ട് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ സാന്നിധ്യം തുടർന്ന് ഇവിടെ അനുഭവിക്കട്ടെ. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇതുവരെ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തെക്കാളുപരിയായി നമ്മെ തൊടുന്ന വചനങ്ങളൊക്കെ നമ്മെ സ്പർശിക്കുന്ന ആ നിലയിൽ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ കെട്ടത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ശുശ്രൂഷ ഇവിടെ വെളിപ്പെടട്ടെ. കരങ്ങളെ ഉയർത്തി ആരാധന അനുഗ്രഹത്തിനായി എല്ലാവരും പ്രാർത്ഥിച്ചേ. കർത്താവെ സംസാരിക്കണമേ, കർത്താവെ ഇടപെടണമേ, കർത്താവെ അരുളി ചെയ്യണമേ എന്നാം ദൈവത്തോട് നാം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സമശിഷ്ടങ്ങൾ പ്രിയപ്പെട്ട ഒരു ഹോസ്പിറ്റലുണ്ട്. ഓമന മാമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി തൻ്റെ മുട്ട് മാറ്റി വെക്കുന്ന ആ ഓപ്പറേഷന് വേണ്ടി. എന്നാൽ അത് തൽക്കാലം മാറ്റിവെച്ചു എങ്കിലും ശാരീരികമായി അസ്വസ്ഥതകൾ ഉള്ളത് കൊണ്ട് അത് ഇപ്പോഴും ഹോസ്പിറ്റലിലാണല്ലോ. നമുക്ക് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് സൗഖ്യം പകരുവാൻ സ്തോത്രം ചെയ്താൽ സ്തോത്രം. നമ്മുടെ അമ്മച്ചി, അന്നമ്മച്ചി പെട്ടെന്ന് ഇന്നലെ നെഞ്ചുവേദനയുണ്ടായി, വളരെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് നീങ്ങിയെങ്കിലും കർത്താവ് ബലം കൊടുത്തു. ഒരുപാട് ആരോഗ്യത്തോടെ ആയിരിക്കാൻ ഇടയാക്കി. പൂർണ്ണ ബലത്തോടെ കർത്താവ് ഭവനത്തിൽ മടക്കി വരുത്തേണ്ടതിനും കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. രോഗികൾക്ക് കർത്താവ് സൗഖ്യം പകരട്ടെ. കടന്നു വന്ന ജീവിതങ്ങൾ എല്ലാവരെയും കർത്താവ് സ്പർശിക്കട്ടെ. ബലത്തിൻ്റെയും ജയത്തിൻ്റെയും ആരാധന എന്ന പകൽ കർത്താവ് നമുക്ക് നൽകട്ടെ. ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ആരാധനയെ വഹിച്ചുകൊണ്ട് ചുരുക്കം വാക്കുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളിൽ ഒരാൾ ആദ്യം പ്രാർത്ഥിക്കണമേ. അതിനുശേഷമായിട്ട് സഹോദരിമാരിൽ നിന്ന് ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ബെൻസി സിസ്റ്റർ എന്ന പകൽ വിശുദ്ധ സഭായത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുമല്ലോ. സഹോദരന്മാരിൽ നിന്ന് നമ്മുടെ മധ്യയെ ബാംഗ്ലൂരിൽ നിന്ന് കടന്നു വന്ന പ്രിയാച്ചൻകുഞ്ചാന് അതെ പ്രാർത്ഥിക്കുമല്ലോ. ആ നിലകളിൽ പ്രാർത്ഥനയുടെ ക്രമീകരണം ചെയ്യുമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം നമ്മുടെ മധ്യത്തിൽ മഹത്വമെടുക്കട്ടെ. വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. കർത്താവ് നമ്മളോട് ഇടപെടാൻ പോവുകയാണ്. കർത്താവ് നമ്മളെ തൊടുവാൻ പോവുകയാണ്.
ദൈവവചനത്തിലൂടെ ദൈവ ശബ്ദം നാം കേൾക്കുവാൻ പോവുകയാണ്. കർത്താവിൻ്റെ നാവായി, കർത്താവിൻ്റെ ശബ്ദമായി എളിയവൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് വലിയ ദൈവകൃപ ഇവിടെ പകരപ്പെടുക, വലിയ ദൈവശക്തി ഇവിടെ പകരപ്പെടുക. മാനുഷിക വാക്കോ മാനുഷിക ശബ്ദമോ അല്ല, മറിച്ച് ദൈവ ശബ്ദം ഇവിടെ മുഴങ്ങണം. കർത്താവിൻ്റെ നാമം ഇവിടെ മഹിമപ്പെടണം. എല്ലാ കരങ്ങളും ഉയർത്തി അല്പസമയങ്ങൾ സ്തോത്രം ചെയ്ത് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഓ, എല്ലാവരുടെ മേലും, ആലയത്തിൽ കടന്നു വന്നിരിക്കുന്നവരുടെ മേൽ, ശബ്ദം കേൾക്കുന്നവരുടെ മേൽ, ഈ ശബ്ദം പിന്നത്തേതിൽ സോഷ്യൽ മീഡിയയിലൂടെ ഓരോരുത്തരും കേൾക്കുമ്പോൾ അവിടെയും വിടുതൽ വ്യാപരിക്കണം, അവിടെയും ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, പിന്നെയും ഈ ശബ്ദം മുഴങ്ങുമ്പോൾ അതേ ദൈവപ്രവൃത്തി വെളിപ്പെടും. 29-ാം സങ്കീർത്തനം അതാ പഠിപ്പിക്കുന്നത്. യഹോവയുടെ ശബ്ദം അത് മഹത്വമുള്ളതാണ്. യഹോവയുടെ ശബ്ദം വൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്നതാണ്. യഹോവയുടെ ശബ്ദം വനത്തെ തോലിരിക്കുന്നതാണ്. യഹോവയുടെ ശബ്ദം കാദേശ് മരുവിനെ നടുക്കുന്നതാണ്. യഹോവയുടെ ശബ്ദം പെരുവെള്ളത്തിന്റെ മീതെ ഇടി മുഴക്കം പോലെ മുഴങ്ങുന്നതാണ്. ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങട്ടെ, കർത്താവിന്റെ ശബ്ദം ഇവിടെ മുഴങ്ങട്ടെ. കർത്താവിന് മഹത്വം കൊടുക്കാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? കുറവ് വരുത്താതെ, ലജ്ജ കൂടാതെ, പിശുക്ക് കാണിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീരും. കഴിഞ്ഞ 12 മണിക്കൂർ വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നപ്പോൾ സഹോദരങ്ങൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങളൊക്കെ വന്ന് പ്രാർത്ഥിച്ചപ്പോ പലരും വാവിട്ട് കരയുന്നത് കണ്ടു, പലരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കണ്ടു. ഇന്ന് പകലും ആ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടണം, ആ പ്രാർത്ഥനയുടെ മഹത്വം ഇവിടെ വെളിപ്പെടണം. ഇന്ന് പകൽ നാം ചിന്തിക്കുന്നത് 29-ാം സങ്കീർത്തനം ഇവിടെ പാടുവാൻ ഇടയായി തീർന്നു. ആ സങ്കീർത്തനത്തോട് ചേർന്ന് തന്നെ ഒരു ചിന്തയാണ് നാം ഇവിടെ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ചിന്ത ഇതാണ്: കർത്താവിന് കൊടുത്താൽ തിരികെ കിട്ടും. കർത്താവിന് കൊടുത്താൽ തിരികെ കിട്ടും. ഞാനൊരു മെറ്റീരിയൽ ബ്ലെസ്സിങ് ആ നിലയിലല്ല പറയുന്നത്. അത് കർത്താവ് നൽകിക്കോളും. കാരണം നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടർന്നോളും, അത് പുറകെ വന്നോളും. പക്ഷേ വചനം നമ്മെ പഠിപ്പിക്കുന്നു. 29-ാം സങ്കീർത്തനത്തിലെ ആദ്യ വാക്കുകൾ ഇങ്ങനെ കാണുന്നു: ദൈവപുത്രന്മാരെ, യഹോവയ്ക്ക് കൊടുപ്പീൻ, മഹത്വവും ശക്തിയും കൊടുപ്പീൻ. രണ്ടാം വാക്യം: യഹോവയ്ക്ക് അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ, വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. അപ്പോൾ അവിടെ കാണുന്ന ഒരു പദം ദൈവത്തിന് കൊടുപ്പീൻ, ദൈവത്തിന് അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ. ഞാൻ ആ പദങ്ങളൊന്നും എടുത്ത് വ്യാഖ്യാനിക്കുന്നില്ല. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവരെ, ദൂതന്മാരെ പല അർത്ഥങ്ങളിൽ അത് വ്യാഖ്യാനിക്കുന്നുണ്ട്. എങ്കിലും സഭയോടുള്ള ബന്ധത്തിൽ ഇന്ന് സഭ ഭൂമിയിലായിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, കർത്താവിൻ്റെ ശരീരമായിരിക്കുന്ന നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയണം. ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ അവസാന വാക്യം പറഞ്ഞിരിക്കുന്നത് കൊടുക്കാൻ നല്ല പറഞ്ഞത്, പിന്നെ തൻ്റെ ജനത്തിന് ശക്തി നൽകും. അപ്പൊ അങ്ങോട്ട് മഹത്വം കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടുന്ന എന്താണെന്നറിയാമോ? ശക്തിയാണ്. ഇങ്ങോട്ട് കൊടുത്താൽ ബലമാണ് കിട്ടുന്നത്. അങ്ങോട്ട് അതേ ശക്തി, അങ്ങോട്ട് മഹത്വം കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് ബലം പ്രാപിക്കും, ഇങ്ങോട്ട് സമാധാനം പ്രാപിക്കും. ആരാധന ഹൃദയങ്ങളൊന്ന് പകരപ്പെടാമോ ദൈവത്തിൻ്റെ സന്നിധിയിൽ? മനസ്സേകാഗ്രമാക്കി വാ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? അവിടുത്തെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം.
ദൈവമക്കൾ അങ്ങനെ ചെയ്യണം. നാമത്തിന് തക്ക മഹത്വം. നമ്മുടെ പൊതുവിൽ പലപ്പോഴും കണ്ടുവരുന്നത് മഹത്വം കൊടുക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നാണക്കേടാണ് ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുവാൻ. പക്ഷെ എനിക്കറിയാവുന്ന ദീർഘവർഷത്തെ സഭാ ശുശ്രൂഷയുടെ അനുഭവത്തിൽ ഞാൻ വിളിച്ചു പറയാ, സ്തുതിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് പോഷന്മാരെ പോലെ. സ്തുതിക്കുന്നവർ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നും അറിയാത്ത ഒരു സഹോദരൻ എൻ്റെ ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളിൽ 24 വർഷം മുൻപ് വിശ്വാസത്തിൽ വന്ന ഒരുവനെ എനിക്കറിയാം. പുള്ളിക്കൊന്നും അറിയത്തില്ല, വിദ്യാഭ്യാസവും അധികമില്ല. പക്ഷേ ആരാധിക്കുമ്പോൾ തുള്ളിച്ചാടി യേശുവേ യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി എന്ന് വിളിച്ചു പറയുന്നത് കണ്ടിട്ടുണ്ട്. പരാജയപ്പെട്ടില്ല. ആ കുടുംബങ്ങൾ തകർന്നു പോകാവുന്ന സാഹചര്യങ്ങളുണ്ടായി. കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന സാഹചര്യങ്ങൾ വന്നു. കോടതി കയറിയിറങ്ങി. കൊലപാതകങ്ങൾ ആ കുടുംബങ്ങളിലൊക്കെ വന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. പക്ഷേ തകർന്നു പോകാതെ ദൈവം നിർത്തി. ഇന്നും അത്ഭുതകരമായി നിർത്തുന്നു. ദൈവം വലിയവനാണ്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിനു മഹത്വം കൊടുക്കുവാൻ തയ്യാറായാൽ തിരികെ നമുക്ക് ശക്തിയും ബലവും സമാധാനവും നൽകുവാൻ ദൈവം മതിയായവൻ. ഇരിക്കുന്ന ഇടത്ത് ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഓർക്കാതെ മതി മറന്ന് ഹല്ലേലൂയ പാടാൻ തയ്യാറാകുമ്പോൾ അവിടെ സ്വർഗം ഇറങ്ങി വരും. ഞാനത് വിശ്വസിക്കുന്നു. പ്രതിസന്ധികളിൽ ദൈവത്തിന് ഇറങ്ങി വരാൻ കഴിയും. നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറായാൽ അവിടെ ദൈവം ഇറങ്ങി വരും. ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് പകലിലും അത് സംഭവിക്കട്ടെ. ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? തിരികെ ശക്തിയും ബലവും തിരികെ സമാധാനവും പ്രാപിച്ചിന്ന് പകൽ മടങ്ങണം. ഈ ശബ്ദം ചെല്ലുന്ന ഇടത്ത് സമാധാനം വരട്ടെ. ഈ ശബ്ദം ചെല്ലുന്ന ഇടത്ത് ശക്തി വ്യാപരിക്കട്ടെ. ദൈവമഹത്വം വെളിപ്പെടട്ടെ. ലജ്ജിക്കണ്ട, ലജ്ജിക്കണ്ട. അതരങ്ങൾ ചലിപ്പിച്ചുകൊണ്ട്, കരങ്ങൾ തട്ടിക്കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് അവിടുത്തെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ. അവിടുത്തെ നാമത്തിന്റെ മഹത്വം അവിടെ വർണ്ണിച്ചിരിക്കുന്നു. നമ്മുടെ ഈ പൊട്ടാസ് പൊട്ടിക്കുന്നു. പൊട്ടാസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ചെറിയ സാധനം, കല്ലെടുത്ത് വെച്ച് കുഞ്ഞുങ്ങൾ പടക്കം പൊട്ടിക്കുന്നു. അതുപോലുള്ള സ്തോത്രമല്ല വേണ്ടിയതാ. മറ്റൊന്നുണ്ട്, ഈ മാലപ്പടക്കം പോലെ ചുമല ഇങ്ങനെ ഇരിക്കുന്ന, അതിനേക്കാൾ കൂടിയതാണ് ഓലപ്പടക്കമുണ്ട്. അതിനേക്കാൾ കൂടിയതാണ് ഗുണ്ട്. ഗുണ്ട് പൊട്ടിച്ചാൽ ഞെട്ടാത്ത ആരുമില്ല. ഞാൻ ഇന്ന് പകൽ പറയട്ടെ, ഗുണ്ട് പൊട്ടുന്ന പോലെ സ്തോത്രം പറയണം. ഗുണ്ട് പൊട്ടുന്ന ശബ്ദത്തോടെ ഹല്ലേലൂയ പറയണം. ആദരത്തിന്റെ ആ വയറ്റിനകത്ത് നിന്ന് ഹല്ലേലൂയ വരണം. അപ്പൊ സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. സ്വർഗം ഇങ്ങോട്ട് ശക്തി പകരും. സ്വർഗം ഇങ്ങോട്ട് ബലം പകരും. സ്വർഗം ഇങ്ങോട്ട് സൗഖ്യം പകരുവാനായിട്ടിടയായി തീരും. ശക്തിയെ പകരുവാനായിട്ടിടയായി തരും. മഹത്വം അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് ദൈവപ്രവൃത്തി ഉറപ്പ്. മഹത്വം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് ശക്തി പകരും. മഹത്വം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് ബലത്തെ കർത്താവ് പകരും. ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് പകലും അത് സംഭവിക്കുന്നു. ഇതിനകത്ത് സൗഖ്യം വ്യാപരിക്കണം. ഇതിനകത്ത് രോഗശാന്തി അനുഭവിക്കണം. ദൈവിക ബലത്തോടെ വേണം മടങ്ങുക. ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിപ്പാനിടയാ. ദൈവിക സൗഖ്യം ഇവിടെ വ്യാപരിപ്പാനിടയായി തരും. ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുവാൻ ഇടയായി തരും. സാഹചര്യങ്ങളെ നോക്കണ്ട, പ്രതികൂലങ്ങളെ നോക്കണ്ട. ദൈവത്തിന് പ്രവർത്തിപ്പാനായിട്ട് കഴിയും. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും കർത്താവ് ഇറങ്ങി വരൂ.
ഈ ശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വെളിപ്പെടട്ടെ. കർത്താവിന്റെ നാമത്തിന് മഹത്വം കൊടുത്ത് രക്തത്താൽ ചെയ്യും. യേശു കർത്താവിന്റെ നാമം ഇവിടെ ഉയർത്തുന്നു. യേശു ക്രിസ്തുവിന്റെ നാമം ഇവിടെ ഉയർത്തുന്നു. നാം കഴിക്കുന്ന മെഡിസിന്റെ ബലത്തിലാണ് ജീവിക്കുന്നതെന്ന് ആരും വിശ്വസിക്കരുത്. കഴിക്കുന്ന ആഹാരത്തിന്റെ ബലം കൊണ്ടാണ് നടക്കുന്നതെന്ന് ആരും ചിന്തിക്കരുത്. കർത്താവ് നമ്മെ നടത്തുന്നതാണ്. കർത്താവ് കൈപിടിച്ച് നടത്തുന്നതാണ്. വാ തുറന്ന് സ്തോത്രം പറയുമ്പോൾ ശരീരത്തിൽ അറിയാതെ ബലം അനുഭവിക്കും. വാ തുറന്ന് ഹല്ലേലൂയ പറയുമ്പോൾ ശരീരത്തിനകത്ത് നാഡി ഞരമ്പുകളുടെ അകത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിപ്പാൻ ഇടയായി തീരും. ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ അറിയാത്ത സമാധാനം അത് വരുവാൻ ഇടയായി തീരും. കൊടുത്താൽ കിട്ടും. മഹത്വം കൊടുത്താൽ ബലം കിട്ടും. ഞാൻ അങ്ങനെ ഇന്നത്തെ മെസ്സേജിന് പേരിടാം. ദൈവത്തിന് മഹത്വം കൊടുത്താൽ ദൈവത്തിൻ്റെ ബലവും സമാധാനവും ലഭിക്കും. ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ. അത് രണ്ടും ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് ജീവിച്ചു പോകരുത്. ബലവും സമാധാനവും അല്ലേ? ജീസസ്. മനുഷ്യജീവിതത്തിന് ആരോഗ്യം, മനുഷ്യജീവിതത്തിൽ സമാധാനം, പണത്തിനത് തരാൻ കഴിയത്തില്ല. മണി ക്യാൻ ബൈ ബെഡ് ബട്ട് നോട്ട് സ്ലീപ്പ്. ഏറ്റവും കൂടിയ മെത്ത മേടിച്ചിടുവാൻ പണം കൊണ്ട് സാധിക്കും, ഉറക്കം തരാൻ സാധിക്കത്തില്ല. മണി ക്യാൻ ബൈ ബുക്സ് ബട്ട് നോട്ട് നോളജ്. പണത്തിന് പുസ്തകങ്ങൾ വാരിക്കൂട്ടാൻ കഴിയും, പക്ഷേ അറിവ് തരുവാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ യെസ്, ദൈവത്തിങ്കൽ നിന്ന് പ്രാപിക്കാവുന്നതാണ് സമാധാനവും ആരോഗ്യവും. ദൈവം നൽകുന്നതാണ് ബലവും ആരോഗ്യവും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് അങ്ങനെ? ഏത് പ്രതികൂലങ്ങളിലും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറായാൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഞാനത് വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? 2010 ഒരു വലിയ സംഭവമുണ്ടായി. ചിലിയിൽ ഒരു വലിയ സംഭവം. ഈ ചെമ്പ് കുഴിച്ചെടുക്കുന്ന ഒരു സ്ഥലം, അതിൻ്റെ കോപ്പർ മൈൻ എന്ന് പറയുന്ന ആ സ്ഥലം ഭൂമിക്കടിയിൽ നിന്നും വളരെ താഴ്ചയുള്ള സ്ഥലം. എനിക്ക് കൃത്യമറിയത്തില്ലെങ്കിലും 700-ലധികം മീറ്റർ താഴ്ചയുള്ള സ്ഥലം ഭൂമിക്കടിയിൽ നിന്ന്. റിഗിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവർക്കറിയാം. ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വലിയ ഉദ്യോഗസ്ഥനെ എനിക്കറിയാം. ഇന്നും ആഫ്രിക്കയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ ഭൂമിക്കടിയിലാണ്, കടലിനടിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ അതെ, കോപ്പർ മൈൻ, ചെമ്പ് കുഴിച്ചെടുക്കുന്ന ഒരു സ്ഥലം. 2010 ഭൂകമ്പത്തിൽ ആ സ്ഥലം തകർന്നു പോയി. ആ സ്ഥലം തകർന്നു പോയപ്പോൾ 33 ജീവനക്കാർ ഇതിനടിയിലായിപ്പോയി. ഇതിൻ്റെ അടിയില നിങ്ങൾക്കറിയാമോ സംഭവിച്ചത്? 17 ദിവസങ്ങളായിട്ടും റെസ്ക്യൂ സംഘം വന്ന് പരിശോധിക്കുന്നു, കുഴിക്കുന്നു. അവരെ രക്ഷിപ്പാൻ കഴിയുന്നില്ല. അവർ ജീവനോടെ ഉണ്ടോ എന്നറിയില്ല. സംഭവിച്ചതിങ്ങനെയാണ്. 33 ജീവനുകൾ ഭൂമിക്കടിയിൽ കിലോമീറ്ററുകൾ താഴെ നിൽക്കുന്നു. ജീസസ്. സംഭവിച്ചതിങ്ങനെയാണ്. ഈ 33 പേരിൽ ചിലർ രക്ഷിക്കപ്പെട്ടവരുണ്ടായിരുന്നു, ചിലർ യേശുവിനെ അറിയുന്നവരുണ്ടായിരുന്നു.
33 പേരോടും പറഞ്ഞു യേശുവിനെ അറിയാത്തവരുണ്ട്, അത് ഒരിക്കൽ പോലും കർത്താവിനെ കേട്ടിട്ടില്ലാത്തവരുണ്ട്. പക്ഷെ അവർ ഒരുമിച്ച് കൂടി 33 പേരും കൂടെ ചേർന്ന് അവർ കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. അവരോട് പറഞ്ഞു, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തെ സ്തുതിപ്പ, യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞു. സംഭവിച്ചത് ഇങ്ങനാണ്. 17ാമത്തെ ദിവസം വന്നിട്ട് അത് റെസ്ക്യൂ സംഘം അവരെ ഓരോരുത്തരെ വിടുവിച്ചെടുത്തു. ലോകം പറഞ്ഞു, മാധ്യമങ്ങൾ പറഞ്ഞു 33 പേരും മരിച്ചു പോകുമെന്ന്. പക്ഷേ സാഹചര്യങ്ങൾ വകവയ്ക്കാതെ ദൈവത്തെ അറിയാവുന്നവർ, യേശുവിന്റെ സ്നേഹം അനുഭവിച്ച ദൈവമക്കൾ അതിനകത്തുണ്ടായിരുന്നത് കൊണ്ട് 33 പേര് ഒരുമിച്ച് ചേർന്ന് കരങ്ങളെ കോർത്ത് പിടിച്ച് അവര് പ്രാർത്ഥിപ്പാൻ തയ്യാറായപ്പോ സ്വർഗമിറങ്ങി അവരെ വിടുവിച്ചു. അവര് ചെയ്തതെന്താണെന്നറിയാമോ? അത് പറയാന് ഈ പ്രസംഗത്തിൽ ഞാൻ വരുന്നത്, ഈ വാക്യത്തോട് ചേർന്ന്, ഈ ചിന്തയോട് ചേർന്ന് ഞാൻ വരുന്നത്. 33 പേരെയും പുറത്തിറങ്ങിയപ്പോ മാധ്യമങ്ങളോട് അവര് സംസാരിച്ചില്ല, മറ്റൊന്നും പറഞ്ഞില്ല. എങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ടെന്നല്ല അവര് പറഞ്ഞത്. 33 പേരും അവര് മുട്ടുകുത്തി. 33 പേരും മുട്ടുകുത്തിയിട്ട് അവരിങ്ങനെ പറഞ്ഞത്, അവര് ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു, യേശു ഞങ്ങളെ വിടുവിച്ചു, യേശു ഞങ്ങളെ വിടുവിച്ചത് കൊണ്ട് യേശുവിന് മഹത്വം കൊടുത്തു, യേശുവിന് മഹത്വം കൊടുത്തു. അതാണ് ലോകത്തിന്റെ മുൻപിൽ വന്ന വാർത്ത. നിന്റെ ജീവിതത്തിൽ നാശം വിധി എഴുതിയിരിക്കുമ്പോൾ, ദോഷം വിധി എഴുതിയിരിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാർ. ബലവും സമാധാനവും ദൈവത്തിന് അങ്ങോട്ട് കൊടുത്ത് മഹത്വം കൊടുത്ത് തിരികെ പ്രാപിക്കുന്നത് ശക്തിയാണ്, ശക്തിയാണ്. അതെ കോപ്പർ മൈനിനകത്ത് ഇറങ്ങി വന്ന് ഇറങ്ങി വന്ന് ദൈവത്തിന് വെടിവെപ്പാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, സ്വർഗത്തിന് അസാധ്യമായതൊന്നുമില്ല. മഹത്വം ദൈവത്തിന് കൊടുത്ത് സ്വർഗം ഇറങ്ങി വരൂ. മഹത്വം ദൈവത്തിന് കൊടുത്ത് സ്വർഗം ഇറങ്ങി വന്ന് പ്രവർത്തിക്കൂ. ശക്തിയും ബലവും നൽകൂ. ഈ ശബ്ദം കേൾക്കുമ്പോൾ ശക്തി വ്യാപരിക്കട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്തോത്രം. രോഗികളെ തൊടുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മ പകർച്ചയുടെ വെളിപ്പെടുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. വിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ ദൈവത്തിന് മഹത്വം കൊടുത്ത അനേകരെ കാണുവാൻ കഴിയുന്നുണ്ട്. ആരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തി അവര് പരാജയപ്പെട്ടില്ല, അവര് തോറ്റുപോയില്ല, അവര് ക്ഷയിച്ചു പോയില്ല. പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിന് ബഹുമാനം കൊടുക്കുവാൻ ഭക്തന്മാർ ഈ പുസ്തകത്തിൽ തയ്യാറായപ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നത്, അവരൊക്കെ മേൽക്കുമേൽ ബലം പ്രാപിച്ചു, അവരൊക്കെ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, അവരൊക്കെ മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിച്ചു. സ്തുതികൾക്കൊട്ടും കുറവ് വരുത്താത്ത ഭക്തനായിരുന്നു ദാവീദ്. ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഇങ്ങനാണ്, ദാവീദിന്റെ ഗ്രഹം മേൽക്കുമേൽ ബലം പ്രാപിച്ചു, ശൗലിന്റെ ഗ്രഹമോ ക്ഷയിച്ച് പോന്നു. ഈ തിരുവെഴുത്ത് നുണ പറയത്തില്ല. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവന്റെ വീട് അനുഗ്രഹിക്കപ്പെടും. സന്ധ്യാ പ്രാർത്ഥനയുള്ളവരുടെ വീട് അനുഗ്രഹിക്കപ്പെടും. പ്രഭാത പ്രാർത്ഥനയുള്ളവരുടെ വീട് അനുഗ്രഹിക്കപ്പെടും. കുടുംബ ആരാധനയുള്ളവരുടെ വീട് അനുഗ്രഹിക്കപ്പെടും. മടങ്ങിവ. ഈ ശബ്ദം കേൾക്കുമ്പോൾ വീട്ടിൽ പ്രഭാത പ്രാർത്ഥന ഇല്ലെങ്കിൽ, സന്ധ്യാ പ്രാർത്ഥന ഇല്ലെങ്കിൽ തിരികെ വാ, പഴയ അനുഭവത്തിലേക്ക് വാ, മടങ്ങിവ. ആ അനുഭവത്തിലേക്ക് വന്ന് പ്രാർത്ഥനകൾ ഉയർത്തിയാൽ ആ വീട്. പുസ്തകം 15-ാമത്തെ അധ്യായം 27-ാം വാക്യം. എല്ലാ കണ്ണുകളും ഒന്ന് തുറന്ന് നോയിക്കേ. First Chronicles chapter 15 verse 27. അങ്കി ധരിച്ച്
സണം കൊണ്ടുള്ള, അത് ചണവസ്ത്രമാണ്, നേർത്ത വസ്ത്രമാണ്, അത്രേ മനസ്സിലാക്കിയാൽ മതി. നേർത്ത വസ്ത്രം ധരിച്ച് ആ ആ ആ ആ അടുത്തത് ആ ആ നിങ്ങൾ ആ ചിന്ത മനസ്സിൽ വച്ചുകൊള്ളുക. ഞാനൊരു നീണ്ട പ്രസംഗത്തിനൊന്നും സമയം എടുക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഒരു മാതൃക ഭക്തൻ കാണിച്ചു. തൻ്റെ രാജവസ്ത്രം എന്ത് ചെയ്തു? മാറ്റിവെച്ചിട്ട് ആരാധിക്കുവാൻ മറ്റൊരു വസ്ത്രമെടുത്ത് ധരിച്ചിട്ട്. ഇനി അതിന് 16-ാമത്തെ അധ്യായത്തിൽ 29-ാം വാക്യം കൂടെ, ഫസ്റ്റ് ക്രോണിക്കിൾസ് തന്നെ ചാപ്റ്റർ 16 വേഴ്സ് 29. യഹോവയ്ക്ക് അവന്റെ നാമത്തിന് മഹത്വം കൊടുപ്പീൻ. ഉറക്കെ വായിക്ക, എല്ലാരും കേൾക്കട്ടെ. മഹത്വം കൊടുപ്പീൻ. കാഴ്ചയുമായി അവന്റെ സന്നിധിയിൽ ചെല്ലുവീൻ. വിശുദ്ധ ഭൂഷണം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. ഒരു വീട്ടിലെ 2 പേര് ഒരാൾ ആരാധിക്കുന്നത് കണ്ടപ്പോൾ സഹോദരി അത് നിന്ദ്യമാണെന്ന് പറയുന്നു, നാണക്കേടാണെന്ന് പറയുന്നു. തകർന്നു പോയില്ലേ? ആ വീട് തകർന്നു പോയില്ലേ? ഇതിക്കുള്ളിൽ ഞാൻ എന്താ പറയണം? ശൗലിന്റെ ഗ്രഹം പോലും ഇല്ലാതായി പോയില്ലേ? എന്നാൽ സ്തുതിക്കുവാൻ, മഹത്വം കൊടുക്കുവാൻ തയ്യാറായപ്പോൾ മേൽക്കുമേൽ ഒരു വീട് അനുഗ്രഹിക്കപ്പെട്ടു. വീട്ടിനകത്ത് ആരാധന കുറയരുത്, വീട്ടിനകത്ത് സ്തുതി കുറയരുത്, വീട്ടിനകത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കാര്യം കുറയരുത്. ഞാൻ ഇങ്ങനെ പറയാം, മറ്റൊന്നും വീട്ടിനകത്ത് വേണ്ട. ഒരുമിച്ചിരുന്ന് മക്കളുമായി ചേർന്ന് അഭിഷക്തന്മാരുടെ കുറ്റം പറയണ്ട, മറ്റുള്ളവരുടെ കാര്യം പറയണ്ട. മക്കളുമായി ചേർന്ന് ചെയ്യാൻ കഴിയുന്ന ഒന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുക, കർത്താവിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് സ്തുതി അർപ്പിക്കുക. അവിടെ ഒരു കാര്യം ഞാൻ തൊട്ടങ്ങ് പറയാം. പലരും ഈ കാലഘട്ടത്തിൽ യോജിക്കത്തില്ല. ഈ ആരാധനയ്ക്ക് വന്നപ്പോൾ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വന്നപ്പോൾ ഭക്തൻ വിശുദ്ധ വസ്ത്രത്തോടാണ് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വന്നത്. ഞാൻ ഒരു ചിന്തയോടെ പറയാം. നിങ്ങൾ പുറപ്പാട് പുസ്തകം എന്നെടുക്കണം. പുറപ്പാട് പുസ്തകത്തിലെ 19-ാം അധ്യായത്തിലെ, പുറപ്പാട് പുസ്തകത്തിലെ 19-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കണം. എക്സഡസ് ചാപ്റ്റർ 19 വേഴ്സ് 9 onwards. ആ ആ ആ ആ ആ ഇന്നും നാളെ അവരെ ശുദ്ധീകരിപ്പീൻ. അവർ വസ്ത്രമലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. ആ ആ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറഞ്ഞപ്പം പറയുകയാണ്, ദൈവത്തെ സ്തുതിക്കാൻ വരുന്നവൻ ഒരുങ്ങിയിരിക്കണം. എത്ര പേര് സ്തോത്രം പറയും? ഞാൻ അല്പം കടത്തി പറഞ്ഞാൽ നേരം വെളുത്ത് കുളിക്കാതെ പോലും ആരാധനയ്ക്ക് വരുന്നവരുണ്ട്. കാരണം നേരം വെളുത്ത് എഴുന്നേക്കത്തില്ല. ചാടി എഴുന്നേറ്റ് സമയത്തിന് സൺഡേ സ്കൂളായാലും YP ആയാലും കൃത്യതയോടെ ചെയ്യുവാൻ പഠിക്കണം. അല്ലെങ്കിൽ ആരാധനയായാലും ആ സമയത്തിന് ഒരുങ്ങണം. ഇവിടെ പറയുന്നു
മൂന്നാം ദിവസം ഞാൻ ഇറങ്ങാൻ പോവുക, ശക്തിയും ബലവും കൊടുക്കാൻ പോവുക, ജനത്തിന് സമാധാനം കൊടുക്കാൻ പോവുക, ദൈവം ഇറങ്ങി വന്ന് അനുഗ്രഹിക്കാൻ പോവുകയാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം ഇറങ്ങി വരാൻ പോവുകയാണ്. പക്ഷെ ജനം എങ്ങനെ ഇരിക്കണം? മഹത്വം കൊടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം? വസ്ത്രം കൂടെ എന്തോ ചെയ്യണം? ഞാൻ വസ്ത്രത്തിൻ്റെ കാര്യം ഒന്നും പറയുന്നില്ല, ഒറ്റ വാക്കിൽ പറയാം. ഈ ആരാധനയ്ക്ക് വരുമ്പം ആരാധനയ്ക്ക് എന്തായിരിക്കണം? അതിന് യോഗ്യമായ വസ്ത്രം ആയിരിക്കണം. ചിലർ കർത്തൃമേശയുണ്ടേ പോലും ഈ എന്താ പറയുക, പളവള തിളങ്ങുന്നതും, പിന്നെ ഈ ഒരു ഉദാഹരണം പറഞ്ഞാൽ സർക്കസ് കൂടാരത്തിൽ ജോക്കർ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ജോക്കർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഒരു കൊച്ചു മനുഷ്യൻ, വളരെ ബഹുമാനത്തോടെ ഞാൻ പറയുന്നു. അദ്ദേഹം ഇടുന്ന ഒരു സ്പെഷ്യൽ ഡ്രസ്സുണ്ട്, അത്ര ഇട്ടുകൊണ്ടൊക്കെയാണ് ചിലപ്പം കർത്തൃമേശ ഉള്ളപ്പോഴും. മനസ്സിലായെങ്കിൽ ഒരു സ്വോത്രം പറഞ്ഞു. കാരണം ഞാൻ ചിന്തിക്കുന്ന എന്തറിയോ, അന്ന് വരാമെങ്കിൽ എന്തോ ഉണ്ട്, കഴിവുള്ളിടത്തോളം എല്ലാവരും വെള്ളയൊക്കെ ആയിരിക്കും. പക്ഷെ അന്ന് ഒരു എന്താ പറയുന്നത്, ഗിൽറ്റൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ എന്തോ പറ്റും, എല്ലാവരും എന്നെ ഒന്ന്, ഞാൻ ഇങ്ങനെ പറയാം, ആരാധനയ്ക്ക് വരാൻ പറയുമ്പോൾ കഴിവുള്ളിടത്തോളം ആരാധനയ്ക്കൊക്കെ ഒരു ലൈറ്റ് കളറോ വെള്ളയൊക്കെ ഇട്ട് വന്നാൽ നല്ലതാണ്, എനിക്ക് നിർബന്ധമില്ല. പക്ഷേ വചനം പറയുന്നു വിശുദ്ധ വസ്ത്രാലങ്കാരത്തെ, അത് അകത്തെ വിശുദ്ധിയുണ്ട്, പുറത്തെ. അതുകൊണ്ടാണ് കുളിച്ചു നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ശുദ്ധീകരിച്ച് ഒരുങ്ങിയിരുന്നോണം. അകത്തും വിശുദ്ധി വേണം, പുറത്തും എന്തോ വേണം. നമ്മൾ മറ്റൊരാൾക്ക് ഇടർച്ചയും എന്താകരുത്, ഉണ്ടാക്കരുത്. ആ ഭാഗം ഞാൻ നിർത്തട്ടെ. സാന്ദർഭികവശാൽ ഭക്തൻ ശണവസ്ത്രം ധരിച്ചുകൊണ്ട്, രാജവസ്ത്രം ധരിച്ചുകൊണ്ടല്ല ആരാധനയ്ക്ക് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സാന്ദർഭികവശാൽ പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. വിമർശനങ്ങൾക്ക് പ്രസക്തിയില്ല. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. മനസ്സിലാക്കുന്നവർ ഏറ്റെടുത്ത് കൊള്ളട്ടെ. പിണക്കില്ലെങ്കിൽ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ മഹത്വം കൊടുത്താൽ ഇങ്ങോട്ട് ബലവും ശക്തിയും കിട്ടും. അത് തിരുവചനത്തിലെ വ്യവസ്ഥയാണ്. മഹത്വം കൊടുക്കാതിരുന്നാലോ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അടി കിട്ടും. ഹലോ, ദൈവത്തിനു മഹത്വം കൊടുക്കാതിരുന്നാലോ, ആരോഗ്യം തന്നു, ബലം തന്നു, നമ്മെ വീണ്ടെടുത്തു. കർത്താവ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ക്രൂശിൽ മരിച്ചു, എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തു. ആ കർത്താവിന് തക്ക മഹത്വം കൊടുക്കാതിരുന്നാലോ? നിങ്ങൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ഒന്ന് എടുക്കാമോ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം. മറ്റൊരാൾ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 22-23 വാക്യങ്ങൾ ഒന്ന് തൊട്ട് പറയാമോ? ദാനിയേൽ 4:30 വായിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. അടുത്തത് ഈ വാക്ക് രാജാവിന്റെ വായിലിരിക്കുമ്പോൾ തന്നെ രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടെ ആയിരിക്കും. കാളയെ പോലെ പുല്ലുതീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും. ഇനി അതിൻ്റെ 37-ാം വാക്യം കൂടെ വായിക്കാമോ? സമയങ്ങൾ പരിമിതമാണല്ലോ. നിഗളിച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ. ഇതെപ്പോഴാ പറഞ്ഞെന്നറിയാം? 37-ാം വാക്യം. 7 വർഷം കാളയെപ്പോലെ പുല്ല് തിന്നപ്പം സുബോധം വന്നിട്ട് പറയുകയാണ്. ആദ്യം പറഞ്ഞു, ഞാൻ എൻ്റെ മഹത്വം, ഞാൻ എൻ്റെ പ്രതാപം, ഒരക്ഷരം മിണ്ടരുത്. ഞാൻ എന്നുള്ള വാക്ക് പോലും ആരും പറയരുത്. ഐ ഒരു തരത്തിൽ വളയാത്തൊരു വാക്കാണ് ഇംഗ്ലീഷിൽ അക്ഷരം ഐ. പുള്ളി എപ്പോഴും എങ്ങനെ നിൽക്കത്തുള്ളൂ? എ ആണേലും സി ആണേലും ബി ആണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരയാ.
അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റും. പക്ഷെ എന്തില്ല, പുള്ളി വളയത്തില്ല, ഒരു തരത്തിൽ അനങ്ങത്തില്ല, ഐക്ക് മാറ്റമില്ല. പക്ഷേ ഞാനെന്ന ഭാവം ഉപേക്ഷിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോഴാണ് ദൈവശക്തി ഇങ്ങോട്ട് കിട്ടുന്നത്. നെബൂഖദ്നേസർ ഓർത്തു, എൻ്റെ ധനമഹാത്മ്യം കൊണ്ട് സകലതും നടക്കുമെന്ന്. ആരും ഞെളിയരുത്, ആരും ഞെളിയരുത്, ആരും അഹങ്കരിക്കരുത്. വല്ലോ ഉണ്ടെങ്കിൽ വാ തുറന്ന് ഹല്ലേലൂയ പറഞ്ഞോണം. നടത്തിയതിന് സ്തോത്രം, സൈക്കിൾ തന്നതിന് സ്തോത്രം, സ്കൂട്ടർ തന്നതിന് സ്തോത്രം, കാർ തന്നതിന് സ്തോത്രം, വീട് തന്നതിന് സ്തോത്രം, മക്കളെ തന്നതിന് സ്തോത്രം, ദൈവം നൽകിയ സകലത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ, അപ്പൊ കൊടുത്താൽ ബലവും സമാധാനവും കിട്ടും. കൊടുത്തില്ലേ അടി കിട്ടും. അപ്പൊ കൊടുക്കാൻ തയ്യാറാകാമോ? കൊടുക്കാൻ തയ്യാറാകാമോ? സ്തുതിക്കാൻ തയ്യാറാകാമോ? പുതിയ നിയമം പരിശോധിച്ചാലും അപ്പോസ്തലപ്രവൃത്തി 12 ഒരു ഹെരോദാവിനെ കാണുന്നുണ്ട്. താനും ഇങ്ങനെ തൻ്റെ ധനമഹാത്മ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിലെ 12-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ, ആക്ട്സ് ചാപ്റ്റർ 12 verse 22 and 23 അവിടെ പറയുമ്പോഴും ഇത് ദേവന്റെ ശബ്ദമാണെന്ന് ജനം പറഞ്ഞു. ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ, അപ്പൊ ഞാൻ പറയുന്നു, മഹത്വം ദൈവത്തിന് കൊടുക്കാതിരുന്നാൽ എന്തോ കിട്ടും? ശരിയാണോ? ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നാൽ എന്ത് കിട്ടും? അടി കിട്ടും. ഹലോ, എല്ലാവരും ഇവിടെ ഉണ്ടോ? മയക്കം ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആളിനോട് പറയണം, ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നാൽ അടി കിട്ടും. അടുത്തിരിക്കുന്ന ആൾ നോക്കിയാൽ മയങ്ങുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞേര്, ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നാൽ. ചിലർക്കൊക്കെ ദൈവത്തെ സ്തുതിക്കാനൊന്നും ശബ്ദമില്ല. കമ്മിറ്റി കൂടിയാലോ, ജനറൽ ബോഡി കൂടിയാലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയം വന്നാലോ അപ്പോഴെന്തൊരു ശബ്ദമാണ്. ഞങ്ങളൊക്കെ പല കമ്മിറ്റിയിലൊക്കെ ഉള്ളവരാ, പല കമ്മിറ്റിയിലുണ്ട്. അപ്പം അവിടെ ചെല്ലുമ്പോഴാണ് എന്തോ ഒരു ശബ്ദമാണ്. എന്നാൽ കൈ ഉയർത്തി ദൈവദാസന്മാർ പറയും, ഒരു ഹല്ലേലൂയ പറ. ഗതി പിടിച്ചോട്ടെന്ന് കരുതി പറയുന്നത് ഒരു ഹല്ലേലൂയ പറയാ, എന്നാലും പൊക്കത്തില്ല. ഈ കൈ പൊങ്ങിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാകട്ടോ, എൻ്റെ മിടുക്കല്ല. ഞാനൊരു പൊട്ടനായി പറയട്ടെ, ഈ കൈ ഇവിടെ ഉയർന്നിരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കൃപയാ. എൻ്റെ കൈ പൊങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാ. കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് പറയാമോ? ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഞാൻ കൈ പൊക്കി പിടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയാലാ ഞാൻ കൈ പൊക്കി പിടിച്ചിരിക്കുന്നത്. കൈ ഉയർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവത്തിന് കിട്ടുന്ന സമയം മഹത്വം കൊടുത്തോണം. യെഹെസ്കേൽ 7:25 ഞാൻ നോട്ട് ചെയ്തൊരു വചനം. സമയങ്ങൾ പരിമിതമാണെങ്കിലും പറയാതിരിക്കാൻ കഴിയത്തില്ല കേട്ടോ. എസെക്കിയേൽ ചാപ്റ്റർ 7 verse 25, എസെക്കിയേൽ 7:25 വരാൻ പോകുന്നു. അതെ, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. കർത്താവിന്റെ വരവിന് ശേഷം സംഭവിക്കാൻ പോകുന്നു. നാശം വരുന്നു, സമാധാനം അന്വേഷിക്കും. അയ്യോ, അപകടത്തിന്റെ മേൽ അപകടം. അടുത്തത് സുതിമേൽ സുതി. ഓ, കലാമിറ്റി, ഡിസാസ്റ്റർ, നാശങ്ങൾ അത് വന്നുകൊണ്ടേയിരിക്കും. അപകടത്തിന്റെ മേൽ അപകടം അത് വന്നുകൊണ്ടേയിരിക്കും. അത് ഒഴിവാകാനാ പ്രാർത്ഥിക്കാൻ പറയുന്നത്. അത് ഒഴിവാകാനാ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറയുന്നത്. അനർത്ഥങ്ങൾ ഒഴിഞ്ഞു മാറാനാ പ്രാർത്ഥിക്കാൻ പറയുന്നത്. മഹത്വം കൊടുത്താൽ ബലം കിട്ടും, മഹത്വം കൊടുത്താൽ ശക്തി കിട്ടും. മഹത്വം കൊടുത്തില്ലാൽ അതുകൊണ്ടാ കൊല്ലംകാർക്കറിയാം, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാ പറയുന്നത്. അങ്ങോട്ട് എന്തോ കൊടുത്താലും ഇങ്ങോട്ട് അതനുസരിച്ച് കിട്ടും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? അങ്ങോട്ട് മനസ്സോട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതി, കണക്ക് പറഞ്ഞ് ഓടിച്ചിട്ട് ദൈവം അനുഗ്രഹിക്കും.
എൻ്റെ ഭാഷയിൽ ഞാൻ പറയാം, ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിക്കുന്ന ദൈവമാ, ഓടിച്ചിട്ട് ബലം നൽകുന്ന ദൈവമാ, ഓടിച്ചിട്ട് സമാധാനം നൽകുന്ന ദൈവം. പക്ഷെ മഹത്വം കൊടുക്കണം. കൊടുക്കാതിരുന്നാൽ വചനം പറയുന്നു അത് അടികിട്ടാനിടയാകും. ദൈവത്തിന് മഹത്വം അതുകൊണ്ട് കൊടുക്കട്ടെ. കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കട്ടെ. ഞാൻ ഈ ദൂതിൻ്റെ സമാപനത്തിലേക്ക് വരട്ടെ. ഒത്തിരി മഹത്വം കൊടുത്ത പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ കർത്താവ് തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം ലൂക്കോസ് സുവിശേഷത്തിലെ ഒരു വാക്യം. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിലല്ലേ, ലൂക്കോസ് സുവിശേഷത്തിലെ 19-ലല്ലേ ഒരു 10 കുഷ്ഠരോഗിയുടെ കാര്യം ഓർപ്പിക്കുന്നത്. ലൂക്കോസ് സുവിശേഷത്തിലെ 17-ാം അധ്യായം കേട്ടോ, 17-ാം അധ്യായം 17-ന്റെ 15-ാമത്തെ വാക്യം. 17-15. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവണ്ണു വീണ് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഈ വാക്യം വായിച്ചപ്പം എൻ്റെ കുറേ വിഷമമൊക്കെ അങ്ങ് മാറി. ഈ പലരും സ്തുതിക്കാതിരിക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെയുള്ള വചനം പറയുമ്പോൾ ചെറിയ വിഷമമൊക്കെ വരും. പ്രത്യേകിച്ച് നമ്മുടെ ബോസ് ബ്രദറിനൊക്കെ പ്രത്യേകിച്ച് വരും. കാരണം അവർ എന്താ പറയുന്നത്, വളരെ ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറയുമ്പം അന്നേരം എന്തോ ചെയ്യും, അന്നേരം ചിലർ മുറുക്കി പിടിക്കും. ഞാനെന്ത് ചെയ്യത്തില്ല, ഞാനങ്ങനെ സ്തുതിക്കത്തില്ല. എനിക്ക് സ്തുതിക്കാൻ പറ്റുമോ? ഞാൻ ആരടാന്ന് കർത്താവ് കാണിച്ചു തരും. സ്തോത്രം. പക്ഷെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറായാൽ, സ്തുതിക്കാൻ തയ്യാറായാൽ, 10 പേര് സൗഖ്യം പ്രാപിച്ചിട്ട് സ്തുതിക്കാൻ എത്ര പേരേ ഉള്ളൂ? അപ്പോൾ 10-1 100 പേര് ഇതിനകത്തുണ്ടെങ്കിൽ എത്ര പേരെ സ്തുതിക്കാൻ തയ്യാറാകത്തുള്ളൂ? കാരണം ബാക്കി 90 പേരും എന്തോ ചെയ്തോളും, വലിയ നന്ദിയൊന്നും ഇല്ല, വലിയ സ്തുതിയൊന്നും വേണ്ട, വലിയ ആരാധനയൊന്നും വേണ്ട. 10 സൗഖ്യം പ്രാപിച്ചില്ലേ? സ്തോത്രം. അവർ പോകയിൽ സൗഖ്യം പ്രാപിച്ചു. പക്ഷേ ഒരുവൻ വന്ന് തിരികെ വന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇന്ന് പകൽ ഈ മെസ്സേജിന്റെ സമാപനത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നീ തിരിഞ്ഞു വന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടിയിരിക്കുന്നു. ദൈവം നടത്തിയതോർത്ത് മഹത്വം കൊടുക്കേണ്ടിയിരിക്കുന്നു. തിരിഞ്ഞു വന്ന് മഹത്വം കൊടുക്കേണ്ടിയിരിക്കുന്നു. മടങ്ങി വന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നടത്തിയതോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടിയിരിക്കുന്നു. സ്തുതിക്കേണ്ടത് ഇരിക്കുന്നു. മറന്നു പോയെങ്കിൽ മടങ്ങി വന്ന് ദൈവത്തിന് മഹത്വം കൊടുക്ക്. ദൈവത്തിന് മഹത്വം കൊടുത്താൽ ഈ ആരാധനയിൽ ഒരു വലിയ ദൈവപ്രവൃത്തിയുണ്ട്. ശക്തി പ്രാപിപ്പാൻ ഇടയായി തരൂ, സമാധാനം പ്രാപിപ്പാൻ ഇടയായി തരൂ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തരൂ ഇന്ന് പകൽ. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകട്ടെ. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകട്ടെ. വചനം ഇങ്ങനെ പറയുന്നു, ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന്, ഇന്ന് പകൽ മടങ്ങി വന്ന് കാൽക്കൽ വീഴുന്ന എത്ര പേരുണ്ട്? ചിലരൊക്കെ മറന്നുപോയി നന്ദി പറയാൻ, ചിലർ മറന്നുപോയി നന്ദി പറയാൻ. ഇന്ന് പകൽ നന്ദി പറയാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? ഇന്ന് പകൽ എത്ര പേര് തയ്യാറാകുന്നു? നന്ദി പറയാ. ഒരു നിമിഷം ഇല്ല, ഞാൻ തിരികെ വരും. ഇന്ന് പകൽ ഞാൻ തിരിഞ്ഞു വരും. മാനസാന്തരപ്പെടണം. ദൈവമാ നിർത്തിയത് മറന്നു പോകരുത്. ദൈവത്തിന് നാം നന്ദി പറയുന്നവരാകണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. വിശദമാക്കുന്നില്ല.
തിരിഞ്ഞു വന്ന് നന്ദി പറഞ്ഞു. എത്ര പേര് അതിന് തയ്യാറാകുന്നു? തിരിഞ്ഞെനിക്ക് നന്ദി പറയണം. മറന്നുപോയത് ചിലതിന് മഹത്വം കൊടുക്കണം. ഇന്ന് പകൽ ബലത്തോടെ മടങ്ങും, ഇന്ന് പകൽ ശക്തിയോടെ മടങ്ങും, ഇന്ന് പകൽ ദൈവകൃപയോടെ മടങ്ങും, ഇന്ന് പകൽ അഭിഷേകത്തോടെ മടങ്ങും. മറന്നുപോയോ? തിരികെ വാ. തിരിച്ചു വന്ന് നന്ദി പറയണം, തിരിച്ചു വന്ന് നന്ദി പറയണം. ഒരുത്തൻ ഒരാളായിട്ട് മാറണം. ആര് സ്തുതിച്ചില്ലേലും ഞാൻ സ്തുതിക്കും, ആര് സ്തുതിച്ചില്ലേലും ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കും, ആര് സ്തുതിച്ചില്ലേലും ഞാൻ എൻ്റെ കർത്താവിനെ ഉയർത്തും. 10 പേരിൽ ഒരുത്തനാകാൻ എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവർ ആ കരമൊന്ന് ഉയർത്തിക്കേ. നിങ്ങളെ ദൈവം മറക്കത്തില്ല, ദൈവം മറക്കത്തില്ല. എനിക്ക് ആ 10 പേരിൽ ഒരുവൻ മടങ്ങി വന്ന് മഹത്വം കൊടുത്തതുപോലെ ഞാൻ മഹത്വം കൊടുക്കും. കുടുംബത്തിൽ നിന്ന് സമാധാനം വരട്ടെ, വീട്ടിനകത്ത് നിന്ന് സമാധാനം വരട്ടെ, ദൈവത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഉയർത്തപ്പെട്ട കരങ്ങൾ കൊണ്ട് മഹത്വം കൊടുക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്ക്, ദൈവത്തിന് സ്തുതികൾ അർപ്പിക്ക്, ദൈവത്തിന് സ്തുതികൾ അർപ്പിക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഹൃദയത്തിനടിത്തട്ടിൽ നിന്ന്, ഹൃദയത്തിനടിത്തട്ടിൽ നിന്ന്, ഹൃദയത്തിനടിത്തട്ടിൽ നിന്ന് ദൈവത്തിന് മഹത്വം കൊടുക്ക്, ഹൃദയത്തിനടിത്തട്ടിൽ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഒരു പാട്ടിന്റെ 2 വരികൾ. Give thanks with a grateful heart. Give thanks to the Holy One. Give thanks because He has given Jesus Christ. കർത്താവിനെ നമുക്ക് നൽകി തന്നു. അതുകൊണ്ട് ദൈവത്തിന് നാം മഹത്വം കൊടുക്കണം, ദൈവത്തിന് നാം നന്ദി കരയറ്റണം. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. 2 മിനിറ്റ് മാത്രം, 2 മിനിറ്റ്. മഹത്വം കൊടുത്താൽ ബലം, മഹത്വം കൊടുത്താൽ ശക്തി, മഹത്വം കൊടുത്താൽ അനുഗ്രഹം, മഹത്വം കൊടുത്താൽ ദൈവപ്രവൃത്തി, മഹത്വം കൊടുത്താൽ സമാധാനം. മടങ്ങി വാ, മടങ്ങി വന്ന് മഹത്വം കൊടുക്ക്. തെറ്റുകളെ ഏറ്റുപറ, തിരിച്ചു വന്ന് മഹത്വം കൊടുക്ക്. Give thanks with a grateful heart. Give thanks to the Holy One. Give thanks because He's given Jesus Christ, His Son. Give thanks with a grateful heart. Give thanks to the Holy One. Give thanks because He's given Jesus Christ, His Son. And now let the weak say, I am strong. Let the poor say, I am rich, because of what the Lord has done for us. And now let the weak say, I am strong. Let the poor say, I am rich, because of what the Lord has done for us. Give thanks. കരകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നന്ദി അപ്പാന്നൊന്ന് പറയാമോ? മഹത്വം കൊടുക്കേ, ദൈവത്തിന് മഹത്വം കൊടുക്കേ, ദൈവത്തിന് മഹത്വം കൊടുക്കേ. ദൈവത്തിന് മഹത്വം കൊടുത്താൽ അനുഗ്രഹം, ദൈവത്തിന് മഹത്വം കൊടുത്താൽ സമാധാനം, ദൈവത്തിന് മഹത്വം കൊടുത്താൽ ബലം. ഓ, ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ വചനത്തിൽ അതെ അടിയേറ്റവരെ കാണുന്നു, മുറിവേറ്റവരെ കാണുന്നു, പുല്ല് തിന്നവരെ കാണുന്നു. ഇന്ന് മകൾ മഹത്വം കൊടുക്കുവാൻ തിരികെ വന്ന് 10 പേരിൽ ഒരു കുഷ്ഠരോഗിയെ പോലെ തിരിഞ്ഞു വന്ന് നന്ദി പറ. അതരം തുറന്ന് കരമുയർത്തി പറ, കർത്താവേ നന്ദി. Give thanks with a grateful heart. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കരമുയർത്തി കർത്താവിന് നന്ദി പറയാ.
ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ശക്തിയോടെ ഒരിക്കൽ കൂടെ give thanks with a grateful heart. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. Give thanks to the Holy One. പരിശുദ്ധനായവനെ ശക്തിയോടെ ശക്തിയോടെ യേശു ക്രിസ്തുവിനെ നൽകിയതിനാൽ ശക്തിയോടെ മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് മഹത്വം കൊടുക്കുന്നവരാകട്ടെ, കർത്താവിനെ ഉയർത്തുന്നവരാകട്ടെ. നന്ദിയോടെ ആയിരിക്കാം. കർത്താവ് ശക്തിയും ബലവും നൽകും. മഹത്വം കരേറ്റിയാൽ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങൾ വേഗത്തിൽ